സോ കീം 2025 എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസ് ഒരുപാട് പേര് ചോദിക്കുന്നത് ചേട്ടാ സ്റ്റാൻഡേർഡൈസേഷൻ എന്താണ്, അത് കാരണം റിപ്പീറ്റേഴ്സും ഫ്രഷേഴ്സായ സ്റ്റുഡൻസിൻ്റെ മാർക്ക് കുറയുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2021 44 മാർക്ക് കുറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ വീഡിയോ ചെയ്യും. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡൈസേഷന് നിങ്ങളുടെ ഫുൾ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാൻഡേർഡൈസേഷൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം ആദ്യം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അത് 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇയർ ഓഫ് പാസിങ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക്, അതേപോലെ തന്നെ നിങ്ങളുടെ സിലബസ്. ഇപ്പോൾ ചില കുട്ടികൾ ICC പഠിക്കുന്നുണ്ടാവും, ചിലർ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നുണ്ടാവും, ചിലർ CBSE പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കീം പരീക്ഷ എഴുതിയതിൽ ഫ്രഷേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ട്. ഇത്രയും പേരുണ്ടാവും, അല്ലെങ്കിൽ അതിന് മുന്നേ റിപ്പീറ്റ് ചെയ്തവരുണ്ടാവും. അപ്പോൾ ഇത്രയും പേരുണ്ട്. ഇവരുടെ 3 പേരുടെയും ഇയർ ഓഫ് പാസിങ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ചിലവരിപ്പോൾ 2023 പാസ്സായവരുണ്ടാവും, ചിലവർ 2024 റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ചിലവർ 2025 പാസ്സായവരുണ്ടാവും. ഓക്കെ, അത് ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ 3 പേരും എഴുതിയ എക്സാമിൻ്റെ ടഫ്നെസ് ഡിഫറൻ്റ് ആയിരിക്കും. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ് ആയിരിക്കില്ല 24 വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ 2025 എഴുതിയിട്ടാവും. അപ്പോൾ ടഫ്നെസ് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കീം എഴുതിയത് ഒരു പേപ്പറല്ലേ. അപ്പോൾ +2 മാർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, കീമിൻ്റെ മാർക്ക് കാൽക്കുലേഷൻ 50% +2 മാർക്കും അതേപോലെ തന്നെ 50% കീമിൻ്റെ മാർക്കുമാണ് എടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് കാൽക്കുലേഷനൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡൈസ് മാർക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ 50% +2 മാർക്ക് ഇടുമ്പോൾ കീം എല്ലാവർക്കും ഒരേപോലെയാണ് ഈ വർഷത്തെ എക്സാം. പക്ഷേ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഉള്ള ഫ്രഷേഴ്സിനൊക്കെ +2 എക്സാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ +2 മാർക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്റ്റാൻഡേർഡിലോട്ട് വരുത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞു. ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ദോസ്റ്റിൻ്റെ കീം റാങ്ക് പ്രെഡിക്റ്റ് 2025 എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിക്കുക, അതേപോലെ തന്നെ OTP അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീം 2025 അപ്രോക്സിമേറ്റ് റാങ്ക് കിട്ടും. ഒരിക്കലും 100% കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അപ്രോക്സിമേറ്റ് റാങ്ക് നോക്കുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെ വെച്ചാൽ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഓരോ വർഷമാണ് എക്സാം ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ ഈ പരീക്ഷകളിലൊക്കെ ടഫ്നെസ് ഡിഫറൻ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ എല്ലാ ഇയറിലെ റിപ്പീറ്റേഴ്സ്, അതുപോലെ ഫ്രഷേഴ്സ്, റിപ്പീറ്റേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ്, ICSE, CBSEക്കാരെയൊക്കെ ഒരേ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കീം അല്ലെങ്കിൽ സിക്കാർ ഒരു ഫോർമുല കണ്ടുപിടിച്ചാണ് സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല ആദ്യം കാണിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലായി. ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് ആദ്യം ആഡ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നൊക്കെ പ്ലസ് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് S എന്ന് കൊടുക്കണം, സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ. ഇതിൻ്റെ ഈ ഒരു മാർക്ക് എടുക്കും, ഇതിനെ ടോട്ടൽ മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കിനെ കൊടുത്ത് ഒരു വാല്യൂ, അതായത് S എന്ന് പറഞ്ഞൊരു വാല്യൂ ഒന്നൊക്കെ ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇയർ ഓഫ് പാസ്റ്റ്, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി മാർക്ക്, അതേപോലെ തന്നെ സിലബസ്, ടഫ്നെസ്, കാര്യങ്ങളൊക്കെ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി ഒക്കെ നോക്കിയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയേക്കാം, നിങ്ങളുടെ മാർക്ക് വേണമെങ്കിൽ കുറഞ്ഞേക്കാം. ഒരു എക്സാമിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൻ്റെ എക്സാം എളുപ്പമാണ്, ജസ്റ്റ് വെറുതെ ഒന്ന് വിചാരിക്കും, എളുപ്പമല്ലെങ്കിലും നമ്മൾ വെറുതെ വിചാരിക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ട്, CBSE ടഫ് കാരണം +2 മാർക്ക് കുറഞ്ഞു. പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും 2 കുട്ടികൾ എഴുതിയ എക്സാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് അപ്രോക്സിമേഷൻ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ അല്ലാതെ ഇത് ആരുടെയും മാർക്ക്, സ്റ്റേറ്റുകാരുടെ മാർക്കോ CBSEക്കാരുടെ മാർക്ക് കുറയ്ക്കാനുണ്ടാക്കിയ മെത്തേഡ് ഒന്നുമല്ല. ഇത് പറഞ്ഞാൽ എല്ലാവരും ഒരു ഗ്ലോബൽ മീനിലോട്ട് ഒരു ഫോർമുല കാണിച്ചു തരാം. ഈ ഒരു ഫോർമുലയാണ് അവർ യൂസ് ചെയ്യുക. ഈ ഒരു വാല്യൂ ഇതാണ് YBG എന്ന് ഇവിടെ പറഞ്ഞ ആളാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്ക്. ഈ മാർക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം നിങ്ങളുടെ +2 മാർക്കിന് ഡിപ്പെൻഡിങ് അപ്പോൾ ഇയർ ഓഫ് പാസിംഗ്, ടഫ്നെസ് ഓഫ് എക്സാം, സിലബസ്, അങ്ങനെ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ഒക്കെ മാർക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാം ഇപ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കാരണം നിങ്ങളുടെ +2 മാർക്ക് കുറയും. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഈ ഫോർമുല വായിച്ച് നമുക്കൊന്നും മനസ്സിലാവും. പക്ഷേ ഇതൊരു ഗ്ലോബൽ മീൻ, MBJ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ഫോർമുല നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് കീമിൻ്റെ റാങ്ക് പ്രഡിക്ഷൻ ഒരു 80% ഒക്കെ ശരിയാവാം, അല്ലെങ്കിൽ ഒരു 70% ശരിയാവും. അപ്പോൾ നിങ്ങൾ റാങ്ക് പ്രഡിക്ടറൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് യൂസ് ചെയ്യുക, കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് എനിക്ക് ഷുവറാണ്. എന്തെങ്കിലും ഡൗട്ടിനെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കീം 2024 മാർക്ക് വിസസ് റാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വരും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. നല്ലോണം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്
നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് തോന്നും. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്ത് വെക്കുക. ഒരുപാട് കിടിലൻ വീഡിയോസ് കീമിൻ്റെ കോളേജ് കയറുന്നതിൻ്റെ വരെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഞാനിപ്പോൾ ജോബിലേക്ക് നെക്സ്റ്റ് വീക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ താങ്ക് യു. സോ അതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, not for me.